ഇപ്പോൾ പത്മജ വേണുഗോപാൽ കൂടി ഈ റോഡ് ഷോയിൽ പ്രഭുകൃഷ്ണയ്ക്കൊപ്പം ചേരുന്നുണ്ട്. പത്മജ വേണുഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ ഒഴുക്കാണ്. ഇന്നും അത്തരത്തിലൊരു മഹേശ്വരൻ നായർ ചേർന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു? എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടൊരാളായിരുന്നു തിരുവനന്തപുരത്ത്. 4 പ്രാവശ്യം കൗൺസിലർ, 2 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായ ആളാണ്. ഇനി ഒഴുക്കുകൾ തുടരും. ഞാൻ വരുമ്പോൾ പറഞ്ഞില്ലേ, ഇനി ഇങ്ങനെ ഒഴുക്കുകൾ തുടരും. ഇനിയും സംസ്ഥാന നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള ഒഴുക്കുണ്ടാവും. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കരുണാകരൻ്റെ മക്കളെയും ആളുകളെയും അവർക്ക് വേണ്ട എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ വന്നവർ മുഴുവൻ കെ കരുണാകരൻ്റെ ആൾക്കാരാണ്. അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗം. ഇവിടെ വലിയ രീതിയിലുള്ള യുവജനങ്ങളുടെ ഉൾപ്പെടെയുള്ള വലിയ ജനപങ്കാളിത്തമാണ് വടകരയിലുള്ളത്. ഇത് പത്മജ വേണുഗോപാലിന് കൂടിയുള്ള ഒരു സ്വീകരണം തോന്നുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വലിയ എത്ര ആളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പാർട്ടിയിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ചെയ്യും. ഇനിയും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒഴുക്ക് BJP-യിലേക്ക് തുടരുമെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് വന്ന സമയത്ത് തന്നെ അവർ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിരുന്നു. അന്ന് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെയുള്ളവർ അതിനെ അവഗണിച്ച് തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ ഓരോ ദിവസവും BJP-യിലേക്കുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും നഗരസഭാ പ്രതിപക്ഷ നേതാവിൻ്റെയും കൗൺസിലർമാരുടെയും സംസ്ഥാന നേതാക്കന്മാരുടെയും ഒക്കെ ഒഴുക്ക് തുടരുകയായിരുന്നു. ഈ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം കൊണ്ട് നേട്ടമുണ്ടാകില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് മഹേശ്വരൻ നായരുടെയൊക്കെയുള്ള വരവ്. അതേസമയം തന്നെ ഈ പ്രഫുൽ കൃഷ്ണന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രഫുൽ കൃഷ്ണന് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത അത് അദ്ദേഹത്തിന് ഈ നാട്ടിലുള്ള സ്വീകാര്യതയുടെ ഭാഗമാണ് എന്നാണ് പത്മജ പറയുന്നത്. നമുക്ക് വാഹനത്തിന് പുറകിൽ കാണാം, ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ വാഹനത്തിന്റെ പുറകിലും മുമ്പിലുമായി ഈ സ്ഥാനാർത്ഥിയെ അകമ്പടിയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഈ പറഞ്ഞതുപോലെ ഇത്തവണ വടകര ലോകസഭാ മണ്ഡലത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കും, ഒരു വിപ്ലവം തന്നെയായിരിക്കും. BJP-യുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രഫുൽ കൃഷ്ണ പങ്കുവെക്കുമ്പോൾ അതിന് അടിയറയിടുന്ന അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യ വിളികളുമായി BJP പ്രവർത്തകർ ഈ വാഹനത്തെ അകമ്പടി സേവിക്കുകയാണ്. 1.5 കിലോമീറ്ററോളം ദൂരത്തിലായിരിക്കും ഈ റോഡ് ഷോ നടക്കുക. ഇതിനുശേഷം വടകര ടൗൺ ഹാളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ പത്മജ വേണുഗോപാൽ BJP-യുടെ മുതിർന്ന നേതാവ് CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. പത്മജ വേണുഗോപാൽ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഈ രീതിയിൽ BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ വടകരയിലും CPM-ന് സ്വാധീനമുള്ള മണ്ഡലമാണ്. കോൺഗ്രസിന്റെ MP ആയിരുന്നു കഴിഞ്ഞ 3 തവണയായി ജയിച്ചു കയറിയത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ ഈ 2024-ലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് വലിയ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ജനങ്ങൾ BJP-യുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അവരെല്ലാവരും തന്നെ മോഡി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു. 400 സീറ്റിലധികം നേടിക്കൊണ്ട് മോഡി സർക്കാർ വീണ്ടും അടുത്തൊരു തവണ കൂടി ഭരണത്തിലേക്ക് കയറുമ്പോൾ അതിലൊരാൾ പ്രഫുൽ കൃഷ്ണയായിരിക്കുമെന്ന് ഉറച്ചു പറയുകയാണ് ഇവിടെയുള്ള BJP പ്രവർത്തകർ.